സൃഷ്ടിയായ പാമ്പിന്റെ സൃഷ്ടിപ്പിന്റെ പിന്നിലും ഒരുപാട് ലക്ഷ്യങ്ങളും ഉദ്ദേശങ്ങളുമുണ്ട്. അതിൽ ഇന്ന് നമ്മൾ വിലയിരുത്തി നോക്കിക്കഴിഞ്ഞാൽ പാമ്പിന്റെ സൃഷ്ടിപ്പിലൂടെ അള്ളാഹു ഉദ്ദേശിച്ച ലക്ഷ്യം നാം ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ, മനസ്സിലാക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒന്നാമതായി ഒരു എക്കോളജിക്കൽ ബാലൻസ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അഥവാ പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ പാമ്പിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്ത് നിലനിർത്തുന്നു. എങ്ങനെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു എക്കോളജിക്കൽ ബാലൻസ് ഈ ഭൂമിയിൽ പാമ്പിലൂടെ നിലനിർത്തുന്നു എന്ന് നാം ഒന്ന് വിശകലനം ചെയ്ത് നോക്കിയാൽ, കീടങ്ങളുടെയും എലികളുടെയും അമിതമായ വളർച്ച ഈ ലോകത്ത് നിന്നും പാമ്പിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല തുടച്ചു നീക്കുന്നു. നമുക്കറിയാം, ഒരു കർഷകന്റെ കൃഷിയിടത്തിൽ അദ്ദേഹം വളരെ കഷ്ടപ്പെട്ട് ചെയ്യുന്ന കൃഷിയിടങ്ങൾ വളരെ നിഷ്പ്രയാസം നശിപ്പിക്കുന്ന ഒരു ജീവിയാണ് എലികൾ അഥവാ പെരിച്ചാഴികൾ അടക്കമുള്ള പല ജന്തുജാലങ്ങൾ. അവകളെ ഈ ഭൂമി ലോകത്ത് നിന്നും ഉന്മൂലനം ചെയ്യാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ച ഒരു സൃഷ്ടിയാണ് പാമ്പ് എന്നത്. പാമ്പിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഭൂമി ലോകത്തേക്ക് പടച്ചിട്ടില്ല എങ്കിൽ ആ എലികളുടെയും പെരിച്ചാഴികളുടെയും വളർച്ച അധികരിക്കുകയും അത് കാരണമായി നമ്മുടെ കൃഷിയിടങ്ങൾ നശിക്കുകയും അതുപോലെ നമ്മൾ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന നമ്മുടെ ഭക്ഷണ സാധനങ്ങൾ നശിപ്പിക്കുകയും ചെയ്യുന്ന കാരണത്തിനാൽ നമ്മൾ ദാരിദ്ര്യത്തിലേക്കും അതുപോലെ തന്നെ വിശപ്പിലേക്കും പട്ടിണിയിലേക്കും നമ്മൾ പോയി അണയുന്ന ആ ഒരു അവസ്ഥയിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പാമ്പുകളെ സൃഷ്ടിക്കുന്നതിലൂടെ അല്ലാഹു നമ്മൾക്ക് ഒരു കാരുണ്യം ചെയ്തിരിക്കുന്നു. അതുപോലെ തന്നെ എലികളുടെ അമിതമായ വളർച്ചയിലൂടെ ഉണ്ടാകുന്ന രോഗങ്ങൾ, പ്ലേഗ് രോഗം, അതുപോലെ തന്നെ എലിപ്പനി രോഗം, അതുപോലുള്ള രോഗങ്ങൾ പടരുന്നതിനെ തടയിടുന്നതിന് വേണ്ടിയും പാമ്പിന്റെ ജീവിതത്തിന്റെ ഒരു ലക്ഷ്യം നമുക്ക് കാണാൻ സാധിക്കും. രണ്ടാമതായി ആ പാമ്പിന്റെ പടപ്പിലുള്ള ലക്ഷ്യം എന്ന് പറയുന്നത് അത് ഭക്ഷണ ശൃംഖലയിലെ ഒരു കണ്ണിയാണ് ഈ പാമ്പ് എന്ന് പറയുന്നത്. അതായത് പ്രഡേറ്റർ വിഭാഗത്തിനും പ്രേ വിഭാഗത്തിനുമുള്ള ഒരു ജീവിയാണ് പാമ്പ് എന്ന് പറയുന്നത്. പ്രഡേറ്റർ എന്ന് പറയുമ്പോൾ ഇരപിടിയനായ ഒരു ജീവിയാണ് പാമ്പ്. അഥവാ എലികൾ, പെരിച്ചാഴി, തവള പോലുള്ള ജീവികളെ ആഹാരമാക്കി ഈ ഭൂമി ലോകത്ത് ജീവിക്കുന്ന ഒരു ജീവിയാണ് പാമ്പ് എന്നത്. അതുപോലെ തന്നെ പ്രേ വിഭാഗത്തിലും പെടുന്ന ഒരു ജീവിയാണ്. അതായത് മറ്റുള്ള ജീവജാലങ്ങളുടെ ഇരയായി ജീവിക്കുന്ന ഒരു ജീവിയും കൂടിയാണ്. മറ്റുള്ളവരെ ആഹാരമാക്കുന്ന ജീവിയും മറ്റുള്ളവരുടെ ആഹാരമായി ജീവിക്കുന്ന രണ്ട് വിഭാഗത്തിലും പെടുന്ന ഒരു ജീവിയാണ് പാമ്പ്. അഥവാ കഴുകൻ, പരുന്ത്, മയില്, കീരി തുടങ്ങിയ ജീവികളുടെ ഭക്ഷണമാണ് പാമ്പ്. പാമ്പിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഭൂമി ലോകത്ത് പടച്ചിട്ടില്ല എങ്കിൽ എലികളുടെയും അതുപോലെ തന്നെ പെരിച്ചാഴികളുടെയും വളർച്ച അധികരിക്കും. അതുപോലെ തന്നെ പാമ്പിനെ ഭക്ഷണമാക്കി കൊടുത്തിട്ടുള്ള മറ്റ് ജീവജാലങ്ങളുടെ ഭക്ഷണമില്ലാതിരിക്കുകയും അവയ്ക്ക് വംശനാശം സംഭവിച്ചുകൊണ്ട് അവയ്ക്ക് ഈ ലോകത്ത് ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയും കടന്നു വരും. ആ ജീവജാലങ്ങളെ കൊണ്ട് അല്ലാഹു മനുഷ്യന് മറ്റു പല ഉപയോഗങ്ങൾ അല്ലെങ്കിൽ മറ്റു പല പ്രയോജനങ്ങൾ വെച്ചിട്ടുണ്ട്. പക്ഷെ അതൊക്കെ ഇല്ലാതായി പോകും ഈ പാമ്പിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്ത് സൃഷ്ടിച്ചില്ല എങ്കിൽ. അതുപോലെ മറ്റൊരു പ്രത്യേകതയാണ് ബയോഡൈവേഴ്സിറ്റി അഥവാ ജൈവ വൈവിധ്യത്തിന്റെ കാവലാളാണ് പാമ്പ് എന്ന് പറയുന്നത്. പാമ്പ് ഒരു സ്ഥലത്ത് താമസിച്ചു കഴിഞ്ഞാൽ അതിന്റെ സാന്നിധ്യം, ആ പരിസ്ഥിതി വളരെ നല്ല പരിസ്ഥിതിയാണെന്ന് നമുക്ക് വിലയിരുത്താൻ സാധിക്കും. പാമ്പുകൾ താമസിക്കുന്ന കാടുകൾ, അതുപോലെ തന്നെ കാവുകൾ, അതുപോലെ തന്നെ പുൽമേടുകൾ, അവിടെയൊക്കെ അമിതമായി മറ്റ് ജീവജാലങ്ങൾ വളരുന്നതിനെ ഈ പാമ്പുകൾ തടയിട്ടുകൊണ്ട് മനുഷ്യ ജീവിതത്തിന് ഒതുങ്ങുന്ന ഒരു കാലാവസ്ഥ, ഒരു ബയോഡൈവേഴ്സിറ്റി ആ പാമ്പ് നമുക്ക് നൽകുന്നു. അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പാമ്പിനെ പടയ്ക്കുന്നതിലുള്ള രണ്ടാമത്തെ ഒരു ലക്ഷ്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്